ജനകീയനായി തന്നെ തീരണമെന്നതാണ് ഈ ഡോക്ടറുടെ ഇനിയുള്ള ആഗ്രഹവും. ഇപ്പോൾ യുവതലമുറ പഴയ തലമുറക്കാളും ബുദ്ധിയുള്ളവരും കാര്യക്ഷമതയുള്ളവരും സയൻസും ബാക്കിയൊക്കെ പെട്ടെന്ന് ഗ്രഹിക്കാൻ കഴിവുള്ളവരും ആണ്. നമുക്കാകെ കൂടെ നമുക്ക് ചെയ്യാവുന്നത് അവർക്ക് പറ്റിയ ഒരു മാതൃകയാകുക എന്നുള്ളതാണ്. നമ്മളെ ഒരു റോൾ മോഡൽ, ഈ കുട്ടികൾ എപ്പോഴും നോക്കുന്നത്, മുതിർന്നവർ നോക്കുന്ന ഒരു റോൾ മോഡൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. ഏറ്റവും നല്ലൊരു റോൾ മോഡൽ നൽകാൻ നമുക്ക് ശ്രമിക്കാനേ പറ്റുള്ളൂ. അത് അച്ചീവ് ചെയ്യുന്നത് അത്ര ഈസിയല്ല. എന്നാലും ഒരു റോൾ മോഡൽ നമ്മൾ നൽകിക്കഴിഞ്ഞാൽ അത് അനുകരിക്കാൻ യുവതലമുറ തയ്യാറാണ്. ആ ശ്രമത്തിനായി ഒരു ദിനത്തിൻ്റെ 20 മണിക്കൂറിലധികം രോഗികൾക്ക് വേണ്ടി നീക്കിവച്ചിരിക്കുന്ന ഈ ഡോക്ടർ ആ നിയോഗത്തിൽ പരിപൂർണ സംതൃപ്തി കണ്ടെത്തുകയാണ്, ക്ഷീണം മറന്ന്. അല്ല, അതിൽ തീർച്ചയായിട്ടും സംതൃപ്തിയാണ് തോന്നുന്നത്. നമുക്കൊരു ക്ഷീണം എന്നുള്ളൊരു തോന്നലേ വരാറില്ല. കാരണം എപ്പോഴും പുതിയ പുതിയ പ്രശ്നങ്ങളും പുതിയ ചലഞ്ചസും ഒരു രോഗിക്ക് വരുന്ന പ്രശ്നങ്ങളും നമ്മൾ നിരന്തരം നേരിട്ടുകൊണ്ടിരിക്കുമ്പോഴേ അതിൽ പിന്നെ വേറൊരു ചിന്ത അവിടെ വരുന്നില്ല. ഉറക്കം കിട്ടിയില്ലെന്നോ അല്ല ഈ സമയത്ത് എന്നെ വിളിച്ചല്ലോ എന്ന് തോന്നൽ ഒരിക്കലും തോന്നിയിട്ടില്ല. രാത്രിയിലെ തിരക്കുകൾ കഴിഞ്ഞ് ഇനി അല്പം വായനയിലേക്ക്. പതിവ് വിടാത്ത ഈ ശീലമാണ് ഡോക്ടർ മാർത്താണ്ഡൻ പിള്ളയെ ഇന്നിൻ്റെ ഔന്നത്യത്തിലേക്ക് നയിച്ചത്. ആ വിജയത്തിന് അദ്ദേഹം കടപ്പെട്ടിരിക്കുന്നത് സ്വന്തം അധ്വാനത്തിനപ്പുറം കുടുംബത്തോടും മാതാപിതാക്കളോടും ഈ സമൂഹത്തിനോടുമാണ്. ഒന്ന് അച്ഛൻ്റെ അമ്മയുടെ കുടുംബത്തിൻ്റെ ഒരു സപ്പോർട്ടും ധാർമ്മികത എന്താണെന്നും കുറച്ച് ദൈവവിശ്വാസമുള്ളൊരു കുടുംബമാണ്. മിക്കവാറും അമ്മയൊക്കെ 96 വയസ്സ് വരെയൊക്കെ ജീവിച്ച് ഇരുന്നു, ഇപ്പോൾ ഇല്ല. പക്ഷെ എന്നാലും തന്നെ രാവിലെ തുടങ്ങിക്കഴിഞ്ഞാൽ വീട്ടിലെ ചുറ്റുമുള്ള ചെടികളിൽ നിന്ന് പൂ പറിച്ച് അത് കെട്ടി ദൈവത്തിനിടുകയും എപ്പോഴാണേലും ദൈവവിശ്വാസത്തിൻ്റെയും ധാർമ്മികതയെപ്പറ്റിയുള്ള കാര്യങ്ങളാണ് എപ്പോഴും പറയുന്നത്. അപ്പോൾ ആ ഒരു സപ്പോർട്ടും ആ ഒരു ഇതും തീർച്ചയായിട്ടും എൻ്റെ ഭാവി നിർണ്ണയിക്കുന്നതിലും മുന്നോട്ടുള്ള യാത്രയിലും വളരെയേറെ ഹെൽപ്പ്. പിന്നെ എൻ്റെ ഗുരുക്കൾ മെഡിക്കൽ പ്രൊഫഷനിൽ എങ്ങനെയാണ് പ്രവർത്തിക്കണം എന്നുള്ള ഒരു ധാർമ്മികതയോടുകൂടി പ്രവർത്തിക്കാൻ പ്രൊഫസർ മത്തായും പിന്നെ വെളിയിൽ പോയിട്ടുള്ള പഠനത്തിലും നമുക്ക് കിട്ടുന്ന ഒരു വർക്ക് കൾച്ചർ വളരെ വ്യത്യാസമായിട്ടുള്ള ഒരു വർക്ക് കൾച്ചറാണ് നമ്മൾ വെളിയിൽ പോകുമ്പോൾ കാണുന്നത്. ആ ഒരു ഡെഡിക്കേഷനും ഒരു കമ്മിറ്റ്മെൻറ്റും ഒരു സിംഗിൾ മൈൻഡഡായിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്ന പ്രൊഫഷനിൽ നമ്മളെ മനസ്സ് പതിപ്പിക്കാനുള്ള ആ ഒരു ഡയറക്ഷൻ അതൊക്കെ വളരെ എൻ്റെ ജീവിതവും എൻ്റെ പ്രൊഫഷനും മോൾഡ് ചെയ്യാൻ വളരെ സഹായിച്ചു. പിന്നെ സമൂഹത്തോട് തീർച്ചയായിട്ടും കടപ്പാടുണ്ട്. മാതാപിതാക്കളോടും സമൂഹത്തോടുമുള്ള കടപ്പാടാണ് ഈ നൈരന്തര്യമായ കർമ്മങ്ങളിലൂടെ ഡോക്ടർ മാർത്താണ്ഡൻ പിള്ള തീർത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏത് രാത്രിയിലെത്തുന്ന വിളിയും കണ്ടില്ലെന്ന് നടിക്കാനാവില്ല. ഈ വിളിയും ഒരു ജീവന് വേണ്ടിയായിരിക്കാം. അതുകൊണ്ട് തന്നെ വിശ്രമം മാറ്റിവെച്ച് അവരിലേക്ക് നീങ്ങുകയാണ് ഈ രാത്രിയിലും. സ്വന്തം ചിന്ത പോലെ മറ്റുള്ളവർക്ക് മാതൃകയായിക്കൊണ്ട്.